to welcome our next contestant, contestant number 17, Varsha Geeta. നമസ്കാരം, എൻ്റെ പേര് വർഷ ഗീത. അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയാണ് എൻ്റെ ജന്മസ്ഥലം. BA ഇംഗ്ലീഷ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ സ്വന്തമായി ഒരു ലേഡീസ് ജിം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭാവിയിൽ ഒരു IAS ഉദ്യോഗസ്ഥ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. മിസസ് കേരള വേദി എന്നെ പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളുടെ സ്വപ്നമാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് മുകളിൽ സമൂഹം ചുമത്തുന്ന എല്ലാ ബന്ധന ചങ്ങലകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ കഴിവുകളെ ഒരിക്കലും ഞാൻ സംശയിക്കുകയില്ല. കാരണം ഞാനിന്നിവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവുകൾ കൊണ്ടാണ്. ഞാൻ മുന്നോട്ട് പോകേണ്ടതും ആ കഴിവുകൾ കൊണ്ട് മാത്രമാണ്. വിവാഹം എന്നത് സ്വപ്നങ്ങളെ കെടുത്തുന്ന ഒന്നല്ല, മറിച്ച് ഒരുമിച്ച് നിന്ന് സ്വപ്നങ്ങളെ നേരിടാനുള്ളതാണ്, അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ളതാണെന്ന് പ്രവൃത്തി കൊണ്ട് എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ പേര് സജിധരൻ. മലപ്പുറം ജില്ലയിലെ താനൂരാണ് സ്വദേശം. അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്, ഒരു മകളാണ്, സഹോദരിയാണ്, സുഹൃത്താണ്. എല്ലാത്തിനുമുപരി ഞാനൊരു സ്ത്രീയാണ്. അർഹതപ്പെടുന്നവനാരോ കഴിവുള്ളവനാരോ അവൻ വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. വ്യത്യസ്തമായ സ്വപ്നങ്ങളുള്ള വനിതാ രത്നങ്ങൾ തന്നെയാണ് നമ്മുടെ കണ്ടസ്റ്റന്റ്. നല്ലൊരു കൈഡിയോടെ സ്വാഗതം ചെയ്യാം കണ്ടസ്റ്റന്റ് നമ്പർ 18, ഷാരൻ റോബിൻ. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാൻ ഷാരോൺ റോബിൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് അവളുടെ കുടുംബമാണ്. എന്നാൽ അവളോടൊപ്പം അവളുടെ സ്വപ്നങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഒരു കുടുംബാംഗങ്ങൾ കിട്ടുമ്പോൾ അത് അവളുടെ ലൈഫിനെ കൂടുതൽ നിറമുള്ളതാക്കുന്നു. എന്നാൽ ഞാൻ അങ്ങനെ ഒരു ഭാഗ്യമുള്ള ഒരു സ്ത്രീയാണ്. ഇന്ന് എൻ്റെ കുടുംബം എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതോടൊപ്പം കുടുംബത്തിൻ്റെ കൂടെ നിന്ന് നേട്ടങ്ങളിലേക്ക് പറക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. അതിൽ ഞാൻ ഏറെ സന്തോഷമുള്ളവളാണ്. അതിൽ ഞാൻ വളരെ ഭാഗ്യമുള്ളവളാണ്. എല്ലാവർക്കും എൻ്റെ ശുഭസായാഹ്നം നേർന്നുകൊണ്ട് ഷാരോൺ. Thank you so much. Amazing presence of my നല്ലൊരു കൈഡിയോടെ സ്വാഗതം ചെയ്യാം contestant number 19, ധ്രുവി വിഷ്ണു. സ്ത്രീ ശാക്തീകരണം നാം ഏറ്റവും കൂടുതൽ കേട്ട് തഴമ്പിച്ചു ക്ലാവ് പിടിച്ചു പോയൊരു പദം. എന്താണ് സ്ത്രീ ശാക്തീകരണം?
എങ്ങനെയാണ് ഒരുവൾ ശാക്തീകരിക്കപ്പെടേണ്ടത്? എവിടെ നിന്നാണ് അവൾ ശാക്തീകരിക്കപ്പെടേണ്ടത്? ഒരുവൾ അവളിലോട്ട് തന്നെ തിരിഞ്ഞു നോക്കി അവളുടെ കഴിവുകൾ തിരിച്ചറിയുമ്പോഴാണ് അവൾ മറ്റാരേക്കാളും ശക്തയാവുന്നത്. ഞാൻ ധ്രുവി വിഷ്ണു, മുസിരീസ് പൈതൃകത്തിൻ്റെ കളിത്തൊട്ടിലായ കൊടുങ്ങല്ലൂരിൻ്റെ സ്വന്തം പുത്രി, കിഴക്കിൻ്റെ വെനീസായ ചേർത്തലയുടെ മരുമകൾ. ഇംഗ്ലീഷ് ഭാഷയിൽ ബിരുദാനന്തര ബിരുദത്തോടൊപ്പം അധ്യാപന പരിശീലനം നേടിയ ഒരു വ്യക്തി എന്ന നിലയിൽ വരും തലമുറ മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് വളരേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോടൊപ്പം കലയെ സ്നേഹിക്കുന്ന ഒരു എളിയ കലാസ്വാദിക, ഏത് പ്രതിബന്ധതയിലും താങ്ങായി നിൽക്കുന്ന ഒരമ്മ, എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് തുന്നിപ്പിടിപ്പിക്കുന്ന ജീവിത പങ്കാളി, ചെറിയ ചെറിയ കുസൃതികളുടെയും സ്നേഹത്തിൻ്റെയും നിറകുടമായ ഒരു മകൾ. എൻ്റെ ഏത് പ്രതിസന്ധികളിലും അല്ലെങ്കിൽ ഏത് പ്രതിസന്ധികളിൽ ഏർപ്പെട്ടാലും താങ്ങായി തണലായി സഹോദരി ഉണ്ടാകും എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു സഹോദരൻ, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നിറകുടമായ ഒരച്ചാച്ചൻ, പിന്നെ എൻ്റെ നിത്യജീവിതത്തിൻ്റെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമായി തീർന്ന എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളും നേട്ടങ്ങളും വലിയ ആഘോഷമായി മാറ്റുന്ന ഒരു പറ്റം സുഹൃത്തുക്കൾ. ഇവരെല്ലാമാണ് ഞാൻ എന്ന വ്യക്തിയെ പൂർണ്ണയാക്കുന്നത്, എന്നെ ഞാനാക്കുന്നത്. ഏത് പ്രതിബന്ധങ്ങളിലും മനക്കരുത് കൊണ്ട് നേരിടാമെന്നും സ്വന്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളുമുള്ള സ്ത്രീക്ക് അവൾ എന്നും ശക്തിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയും. നന്ദി, നമസ്കാരം. Thank you so much, Dhruvi. And now is the right time to invite contestant number 20, Ramya Suryakumar. നമസ്കാരം. അറിവും അനുഭവങ്ങളുമാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പഠിപ്പിച്ച ഒരു അച്ഛൻ്റെയും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിവാഹമല്ല, വിവേകമാണെന്ന് പഠിപ്പിച്ച ഒരു അമ്മയുടെയും ഇരട്ട പെൺകുട്ടികളിൽ ഒരാളായിട്ടാണ് ഞാൻ ജനിച്ചത്. ഹ്യൂമൻ റിസോഴ്സസിലെ ബിരുദാനന്തര ബിരുദമാണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും കേരളത്തിലെ മുൻനിരയിലുള്ള ഫെഡറൽ ബാങ്കിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ചെറുപ്പം മുതൽ തന്നെ വായനയോടും എഴുത്തിനോടും താല്പര്യമുണ്ടായിരുന്ന ഞാൻ ഭർത്താവിനും 2 മക്കൾക്കുമൊപ്പം അക്ഷരങ്ങളുടെ നാടായ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. അരങ്ങുകളോട് എന്നും എനിക്ക് ഒരു ആകർഷണമുണ്ടായിരുന്നു. മത്സരങ്ങൾ അതിന് ഒരു അനിവാര്യതയാണല്ലോ. എന്നിരുന്നാലും ജീവിതത്തിലെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകാൻ പരിശ്രമിക്കുക എന്നതിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുന്നത്. യാത്ര ചെയ്യാനും നൃത്തം ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ അളവുകോൽ നിറമോ ഉയരമോ അല്ല, നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന നിരവധി സ്ത്രീകളുടെ പ്രതീകം എന്ന നിലയിലാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. വിവാഹിതരായ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, വിവാഹം നിങ്ങളുടെ സ്വപ്നങ്ങളുടെ മേൽക്കൂരകളല്ല, അത് ചിറകടിച്ചു പറക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടൊപ്പം. നമസ്കാരം. Thank you so much, Ramya. Let's invite our next contestant number 21, Ashwati Mohan.
നമസ്കാരം. ശരത്കാല മേഘങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ശരത്കാല മേഘങ്ങളെ നെഞ്ചോട് ചേർത്ത് മനോഹരമായ ഒരു നാടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. അതാണ് കുഞ്ചന് ജന്മമേകിയ നാട്. ഞാൻ ഡോക്ടർ അശ്വതി മോഹൻ, പാലക്കാട്ടുകാരി. എൻ്റെ ഭർത്താവ് ഡോക്ടർ അഭിരാം. എണ്ണിയാൽ തീരാത്ത സ്വപ്നങ്ങളുമായി കൂട്ടുകൂടിയിട്ട് 24 വർഷങ്ങളായി. എനിക്കൊരു അതീത ലക്ഷ്യമുണ്ട്. സ്ത്രീ എന്നും പരിധികൾക്കുള്ളിലാണ് എന്ന വിശ്വാസത്തെ മാറ്റിമറിച്ച് ഹൗസ് സർജൻസിക്ക് ശേഷം എൻ്റെ പരിധികൾ വികസിപ്പിച്ച് നാടിന് നന്മ ചെയ്യണം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതിലകമാകാൻ സാധിച്ചത് എന്നും എനിക്കൊരു അലങ്കാരമായിരുന്നു. എന്നിലെ വളർന്നു വരുന്ന സ്ത്രീത്വത്തിന് ഒരു അഭിമാനമായിരുന്നു. ഒരു ചൊല്ലുണ്ട്, അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ്, അവ വീഴുമ്പോഴേ പെറുക്കിയെടുക്കണം. ഇതെനിക്കൊരവസരമാണ്. സ്ത്രീ അവൾ ജീവിതത്തിലെ വേലിയേറ്റങ്ങളെയും വേലിയിറക്കങ്ങളെയും അവസരങ്ങളായി കാണണം. ആലിപ്പഴം പോലെ പെറുക്കിയെടുക്കണം. അവളപ്പോൾ അവളാകും, ഒരു ശരത്കാല മേഘമാകും. നന്ദി, നമസ്കാരം. Thank you so much, ladies and gentlemen. These are the women we love. Can we have a huge round of applause, everyone? With that, let's welcome the next contestant number 22, Aishwarya Jayachandran. താങ്ക് യു സോ മച്ച്. ക്രിസ്തുദേവൻ ജനിച്ച ഈ പുണ്യദിനത്തിൽ എൻ്റെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ. ഞാൻ ഐശ്വര്യ ജയചന്ദ്രൻ വിനീത്. മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും മനോഹരമായ സ്ഥലം കിങ്ഡം ഓഫ് ബാരനിൽ നിന്നാണ് ഞാൻ വരുന്നത്. തിരുവനന്തപുരമാണ് എൻ്റെ സ്വദേശം. എൻ്റെ ഹസ്ബൻഡ് ബാരനിലെ ഒരു ലീഡിംഗ് റീറ്റെയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് 8 വയസ്സുള്ള ഒരു മകനുണ്ട്. കഴിഞ്ഞ 14 വർഷമായിട്ട് മീഡിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കൂടാതെ തന്നെ ബഹ്റിനിലുള്ള ഒരേ ഒരു ഇന്ത്യൻ റേഡിയോ അത് നയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. 2005 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് മിസ് കന്യാകുമാരി എന്നുള്ളൊരു ടൈറ്റിലും എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു റൈഡറാണ്. എനിക്ക് ബൈക്സ് ഒത്തിരി ഇഷ്ടമാണ്. കൂടാതെ തന്നെ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ്. യാത്രകൾ ചെയ്യുക, വിവിധ സംസ്കാരങ്ങൾ പഠിക്കുക, ആ സംസ്കാരങ്ങളിൽ നിന്നുള്ള കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ചാലഞ്ചസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിത നിഘണ്ടുവിൽ ഇംപോസിബിൾ എന്ന വാക്കില്ല. താങ്ക് യു. Aishwarya Jayachandran, ladies and gentlemen, let's welcome the next contestant. Contestant number 23, Vijani Vijayan. Very good evening to all. Hi, I'm Vijani. I am a person who is living her motherhood, womanhood, and living her life beautifully. I'm a housewife and blessed with 2 kids who are amazing human beings. And I have a husband who is supporting, loving, and caring, without whose support I wouldn't have been on this ramp tonight. I'm a person who loves to live for today, not craving for the future. And I don't want to get depressed by the past also. I always want to chase my dreams, adding wings and colors to it. I wish all the contestants tonight all the best. Thank you.
Thank you so much, contestant number 23. And it's time for us to welcome contestant number 24, Reshma Palakal. മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. സ്ത്രീകൾ എത്രത്തോളം വിദ്യാഭ്യാസ സമ്പന്നരായാലും എത്ര ഉയർന്ന ജോലിയിലുള്ളവളായാലും ജീവിതത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവൾക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരാറുണ്ട്. അതെ, ഒരു അമ്മയായി കഴിയുമ്പോൾ. ഞാനും ഇപ്പോൾ ആ ഒരു സ്റ്റേജിലാണ്. ഞാൻ രേഷ്മ പാലക്കൽ. ഞാനൊരു അമേരിക്കൻ മലയാളിയാണ്. ഡിഗ്രിക്ക് ഗോൾഡ് മെഡലിസ്റ്റും ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയുമായ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എൻ്റെ കുഞ്ഞുമായിട്ടുള്ള നല്ല മുഹൂർത്തങ്ങളാണ്. പ്രസവശേഷം നമ്മൾ സ്ത്രീകൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ഉൾവലിഞ്ഞു പോകാറുണ്ട്. നമ്മുടെ മുഴുവൻ സമയം കുഞ്ഞിൻ്റെ പരിപാലനത്തിന് ഉപയോഗിക്കുന്നതിനാൽ സ്വന്തം മുഖമൊന്ന് നേരെ കണ്ണാടിയിൽ നോക്കാൻ വരെ നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊരു മാറ്റം അത് എന്നിലൂടെ ആകട്ടെ. എൻ്റെ ഈ പോസ്റ്റ്മോർട്ടം പീരിയഡ് ഏറ്റവും പോസിറ്റീവായി ഞാൻ കാണുന്നത് കൊണ്ടാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള എൻ്റെ ആഗ്രഹം അടുത്ത വർഷത്തേക്ക് ഞാൻ മാറ്റിവെക്കാഞ്ഞത്. എൻ്റെ കാഴ്ചപ്പാടിൽ കുഞ്ഞുണ്ടായതിനെ തുടർന്നിട്ടുള്ള ഈ ഒരു സമയത്ത് അഴക് അളവുകൾ ഒരു സ്ത്രീയുടെ മുന്നിൽ ബഹുമാനത്തോടെ മാറി നിൽക്കുന്നു. സ്ത്രീത്വത്തിൻ്റെ പൂർണ്ണതയിൽ അവൾ കൂടുതൽ സുന്ദരിയും ആത്മവിശ്വാസമുള്ളവളുമാകുന്നു. എൻ്റെ കൈക്കുഞ്ഞിനോടൊപ്പം ഭർത്താവുമൊത്ത് ഈ വേദിയിൽ ഞാൻ എത്തി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പുതിയ അമ്മമാരെയാണ്. ഏവർക്കും നല്ലൊരു ഈവനിങ് ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.